മൂന്നാറിലെ തേയില വ്യവസായത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നതാണ് കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസിൻ്റെ ടാറ്റ ടീ മ്യൂസിയം. അനേകം ആളുകളെ ആകർഷിക്കുന്ന ഈ പ്രദേശത്ത് കൊളോണിയൽ കാലഘട്ടത്തിലെ അനേകം സാമഗ്രികൾ ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ആ കാലഘട്ടങ്ങളിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു ഓരോ വ്യവസായത്തിൻ്റെയും മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന പഴയ ഫോട്ടോകളും പഴയ യന്ത്രസാമഗ്രികളും ചായയുടെ ഉൽപ്പാദനത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങളും പഴയ റേഡിയോ സെറ്റുകളും അങ്ങനെ പഴമയുടെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ കൗതുകം നിറഞ്ഞ കാഴ്ചകളായി ഒരുക്കി വച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു മ്യൂസിയം ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു സംഗതി തന്നെയാണ്. അവിടെ 100 വർഷം കഴിഞ്ഞിട്ടുള്ള കസേരകളിൽ ഒക്കെ ഇരിക്കുമ്പോൾ എത്രയോ മഹാരഥന്മാർ ഒരു കാലഘട്ടത്തിൽ ഇരുന്നിട്ടുള്ള കസേരകളാണെന്ന് നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഓടിയെത്തും. അതിൻ്റെ അരികിലായി കാണുന്ന അനേകം ചീനഭരണികളും അങ്ങനെയൊക്കെയുള്ള അനേകം സംവിധാനങ്ങൾ അവയെല്ലാം നമ്മുടെ ഹൃദയത്തെ പഴയൊരു കാലഘട്ടത്തിൻ്റെ ഗരിമയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും നമ്മുടെ ഹൃദയത്തിൽ പഴയ സംസ്കാരത്തിൻ്റെ നന്മകൾ എത്ര ശ്രേഷ്ഠമായിരുന്നെന്നും അന്നേ തന്നെ എത്രയോ ബുദ്ധിശാലികളായ ആളുകൾ ഇവിടെയൊക്കെയും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാഴ്ചപ്പാടുകൾ ലഭിക്കാനും പഴയ തേയില സംസ്കരണത്തിൻ്റെ രീതികൾ എങ്ങനെയായിരുന്നുള്ള ബോധ്യങ്ങൾ ഉളവാക്കാനായിട്ടും ഒക്കെ ഈ മ്യൂസിയത്തിന് പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പഴയ ബാത്ത് ടബാണ്. നമ്മുടെ ഇക്കാലത്ത് കുളിമുറികൾക്കൊക്കെ ആവശ്യമായിട്ട് കാണുന്ന ഒരു കാര്യം സായപ്പിൻ്റെ സംസ്കാരത്തിൽ അന്നുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ പരിസരമാതാവാണ് 100 കൊല്ലം കഴിഞ്ഞൊരു കസേരയിലാണ് ഇരിക്കുന്നത്. അവിടെ ആയിരുന്നപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയെ അമ്മ വരുന്നത് കണ്ടപ്പോൾ അതിലിരുന്ന കൊച്ചുകുട്ടിയെ എഴുന്നേൽപ്പിച്ചിട്ട് അമ്മയ്ക്ക് ഇരിക്കുവാനായിട്ടുള്ള ഒരു ഇരിപ്പിടം ഒരുക്കി കൊടുത്തതാണ്. ആ അമ്മയുടെ സ്നേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ മച്ചിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്ന പ്രകാശ വിന്യാസത്തിന് പോലും ഏറെ മനോഹാരിതയുണ്ട്. അവിടേക്ക് ഒരു കൊച്ചു ബാലൻ കണ്ണാടിയിലെ തൻ്റെ ചിത്രം കണ്ട് വളരെയധികം ആകർഷണമായിട്ട് അതിൽ നോക്കിയിരിക്കുകയായിരുന്നു. അതിൽ നിന്നും അവനെ അടർത്തി മാറ്റുകയാണ് അതിൻ്റെ അമ്മ. ഇവിടെ അതിമനോഹരമായിട്ടുള്ള അനേകം ഫർണിച്ചറുകളുടെ ഒരു ഉദാത്തമായ മേഖല തന്നെ നമുക്ക് മുമ്പിൽ ഒരുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പഴയ അലമാരകളും പഴയ അനേകം സാഹചര്യങ്ങളും ഒക്കെയും നമ്മുടെ മുമ്പിലേക്ക് അടർത്തി വച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അറിയാതെ ഉണ്ടാക്കുന്നതാണ്. ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ അവിടെ എത്തി. ആ 1:30 മണിയായപ്പോഴാണ് ഇതിൻ്റെ ടീ ഫാക്ടറി തുറന്നത്. യന്ത്രങ്ങൾ ഞങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് അവർ ഒന്ന് പ്രവർത്തിപ്പിച്ചത്. അല്ലാതെ അത് സ്ഥിരമായിട്ടിവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ അതിൻ്റെ ഒരു വിശദീകരണം നൽകിയതിന് ശേഷം ആ യന്ത്രങ്ങൾ ഓഫ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇവിടെ ആയിരിക്കുന്ന അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേയിലയുടെ വിവിധ പ്രോസസ്സിങ് പരിപാടികളെ പറ്റിയാണ് അദ്ദേഹം അതിനുള്ള ധാരണ നമ്മുടെ മനസ്സിലേക്ക് തരാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെ പാകമെത്തിയ ഇലകൾ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശം അനേകം മനുഷ്യരുടെ ജീവിതയാത്രയിൽ അവരുടെ ജീവനോപാധിയായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് തേയില തോട്ടങ്ങൾ അത്രയും തന്നെ വലിയ നഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെയുമാണ്. പണിക്കാർക്ക് വേണ്ടത്ര ഒരു കൂലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏറെ അധ്വാനിച്ചാലും ഈ തോട്ടം മേഖലയിൽ കഴിയുന്ന ആളുകളുടെ ജീവിതം വളരെ ദയനീയമാണ്. അധ്വാനത്തിന് തക്കവണ്ണമുള്ളൊരു വേതനം അവർക്ക് ലഭിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എങ്കിലും ജീവിതത്തിൻ്റെ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് അവരെല്ലാവരും പകലന്തിയോളം പണിയെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഇലകളുടെ ഈ എടുക്കുന്ന
തേയിലക്കൊളുന്തുകളുടെ ഓരോ ഇലകൾക്കും പോലും പ്രത്യേകതയുണ്ട്. അതിൽ നറുതായിട്ടുള്ള ഇലകൾക്ക്, അതുപോലെ തന്നെ മൂപ്പത്തി ഇലകൾക്ക്, അതിനൊക്കെയും പ്രത്യേകതകളുണ്ട്. അതിന് ഫസ്റ്റ് ക്വാളിറ്റിയിൽ നിന്നും സെക്കൻഡ് ക്വാളിറ്റിയിൽ നിന്നും തേർഡ് ക്വാളിറ്റിയിൽ നിന്നും ഒക്കെ വരുന്ന രീതിയിൽ അതിൻ്റെ വിന്യാസം എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ബോധ്യം നൽകുവാനായിട്ടാണ് ഈ സാറ് ശ്രമിക്കുന്നത്. അദ്ദേഹം ഞങ്ങൾ വന്ന് കയറിയപ്പോൾ മുതൽ തന്നെ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു വ്യക്തമായ ധാരണ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു. അനേകം ആളുകൾ ഇതിനുള്ളിലേക്ക് ഇത് കാണുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിഷ്കാരം, ആ യന്ത്രത്തിൻ്റെ പ്രവർത്തന രീതികളൊക്കെയും വ്യക്തമാക്കുവാനായിട്ടാണ് ഈ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ അവിടെ നിലകൊള്ളുന്നത്. അവിടെയാണ് കിട്ടിയിരിക്കുന്ന ആ പച്ചപ്പ് നിറഞ്ഞ ഇലകൾ, അത് അദ്ദേഹം അതിലേക്ക് വാരിയിടുകയാണ്. അത് ഇങ്ങനെ ബെൽറ്റ് വഴിയൊക്കെയും കറങ്ങിയും തിരിഞ്ഞും വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും പ്രോസസ് ചെയ്യപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്നിട്ട് അത് അടിഞ്ഞ് വരുന്നത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അത് ആ ബെൽറ്റിൽ കൂടെ ഇങ്ങനെ കറങ്ങി മുകളിലേക്ക് കടന്നു വരികയാണ്. കടന്നു വരുന്നത് കുറേ കഴിയുമ്പോഴേക്കും പല ക്വാളിറ്റികളായിട്ട് തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് കടന്ന് വരുന്നത്. അതിന് ചുറ്റിനും അനേകം ആളുകൾ ഇത് കാണാനും കേൾക്കുവാനായിട്ടും അറിയുവാനും ഒക്കെയുമായിട്ട് ഉണ്ട്. കുടിക്കുന്ന തേയിലയുടെ ആ ഒരു വിതരണം, അതിൻ്റെ വിന്യാസം, ഇതൊക്കെ എങ്ങനെയാണ് എന്നറിയുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, നെല്ല് കണ്ടിട്ടില്ലാത്ത കുട്ടികളാണ് നമുക്കുള്ളത്. ഇന്നതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തേയിലയെപ്പറ്റി ഏറെ ധാരണകൾ ഒന്നുമില്ലാതെ ഇരുന്നൊരു സമയത്താണ് ഈ തേയില പ്രോസസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സംവിധാനം കാണുവാനായിട്ടുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചത് എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. അവിടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രവർത്തന തലം അതിൻ്റെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി കാണിച്ചു തരുന്നുണ്ട്. അത് കടന്നു വരുമ്പോൾ അതിന് ഈ കാണിച്ചിരിക്കുന്ന മെഷീനിൽ കൂടെ അതിനെ അരിപ്പ പോലെ ഒരെണ്ണം കൊണ്ട് അത് ഇടുകയും അത് പല ലെയറുകളായിട്ട് മാറുന്നു. അതിൽ ഏറ്റവും തരി കുറഞ്ഞ അതിൽ 2-3 അരിപ്പകൾ അതിനകത്തുണ്ട്. ആ അരിപ്പകളിൽ നിന്ന് പല ലെയറുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറിൽ അലിയുന്നതുകൊണ്ട് അതിന് താഴേക്ക് വരുമ്പോൾ വേറെ ലെയറുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം ഓരോരോ ക്വാളിറ്റിയിലാണ് അവിടെ ശേഖരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അങ്ങനെ പല ക്വാളിറ്റികളിലേക്ക് ഇങ്ങനെ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കി തന്ന ഒരു കാര്യം. ഈ തേയില വന്ന് വീഴുന്നതും അത് താഴേക്ക് അരിച്ചിറങ്ങുന്നതും ഒക്കെ ഒരു രസകരമായ കാഴ്ചയായിട്ട് തോന്നി. ഇതെല്ലാം പല 2-3-4 ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. അതിൽ പലതിലും ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് അത് വീണുകൊണ്ടിരിക്കുന്നത്. 3 ടൈപ്പ് ക്വാളിറ്റിയിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ തേയില വന്ന് വീഴുന്നതായിട്ട് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾ വളരെ കൗതുകത്തോടുകൂടി ശ്രദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. വിവരിക്കുന്ന ആളും ഏറെ സന്തോഷത്തിലാണ്. ആളുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഉത്തരം പറയുവാനും ആളുകൾക്ക് അതിനൊരു പ്രോത്സാഹനജനകമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുവാനായിട്ടും ഒക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായി പെരുമാറുന്നത് കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. പലപ്പോഴും ഒരു സർക്കാർ സംവിധാനത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഇതൊരു പ്രൈവറ്റ് മേഖലയായതുകൊണ്ടാവാം വളരെ മനോഹരമായിട്ട് അവർ ചെയ്യുന്നതായിട്ട് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ പല രീതിയിലുള്ള പല ഗ്രേഡിലുള്ള തേയിലകളുടെ ഒക്കെ ഒരു ദൃശ്യ വിന്യാസമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. പല ക്വാളിറ്റികളിലുള്ള തേയിലകളുടെ ആ ഒരു തരം നമുക്ക് കാണാൻ കഴിയും. പല രീതിയിലുള്ള തേയിലകൾ, ഗ്രീൻ ടീ തുടങ്ങിയ പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് തേയിലയുടെ പച്ചയിലകളൊക്കെയും അത് ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ആളുകളുടെ വലിയ തിരക്കുണ്ട്. അനേകം ആളുകൾ അത് കാണുവാനായിട്ട് പ്രത്യേകം താല്പര്യമെടുക്കുന്നുണ്ട്. അനേകം പേര് വീഡിയോയിൽ അത് പകർത്തുന്നുണ്ട്. എല്ലാം കാണുവാനായിട്ട് വളരെ ആകർഷകമായിട്ടുള്ള ഒന്നായിട്ട് തോന്നുകയുണ്ടായി. കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ചലനത്തിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു കർഷണത്തിൻ്റെ ശബ്ദമോ ഒന്നും നമുക്ക് അവിടെ ഇല്ല. വളരെ ശാന്തമായിട്ട്
നമുക്കത് സന്തോഷത്തോടുകൂടി കാണാൻ കഴിയുന്നതും നമ്മളെ ഒട്ടും പെടുത്താത്തതുമായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മേളിലെ ബെൽറ്റിൽ കൂടെ ഒക്കെയും ഇത് കറങ്ങി താഴേക്ക് വരുന്നതും ഒക്കെയും വളരെ ആകർഷകമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് അതിനെപ്പറ്റി ഫെർമെൻറ്റേഷനും അങ്ങനെ പല വിധത്തിലുള്ള പ്രോസസ്സുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സുകളൊക്കെയും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുവാനും പ്രത്യേകം അധികാരികൾ താല്പര്യമെടുക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ തേയിലയുടെ വിപുലമായിട്ടുള്ള ഇറപ്പിൾസിറ്റിയുടെ വിവിധമായിട്ടുള്ള ഭേദങ്ങൾ, പല എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റികൾ, അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ അവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. പക്ഷേ വില വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായി ഉണ്ടാവാം നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള തേയിലകളുടെ ഒരു ചിന്തയുമായിട്ടാണല്ലോ നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതിൽ ഗ്രേഡുള്ള ക്വാളിറ്റിയിലുള്ള ഒരു തേയിലകൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വില കൂടുതലായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ സാധാരണപ്പെട്ട നമുക്ക് തോന്നുന്ന ഒരു ചിന്ത പലപ്പോഴും ധനികരായ ഒരാൾക്ക് തോന്നണം എന്നില്ല. കാരണം പലരും ഇതിൻ്റെ വെറൈറ്റി രീതിയിലുള്ള തേയിലകളുടെ രുചികൾ ആസ്വദിക്കാനും അങ്ങനെയൊക്കെ കടന്നു വരുന്നവർക്ക് ഒരുപക്ഷെ ഇത് വളരെ സന്തോഷകരമായ ഒരായിരിക്കാം. പണം ഒരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവയെല്ലാം വളരെ നന്നായിട്ട് അവർക്ക് അത് സ്വീകരിക്കാനായിട്ട് കഴിയും. മൂന്നാറിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ ടീ ഫാക്ടറിയുടെ പ്രദേശം. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് കടന്നു വരുമ്പോഴും അവിടെ ഈ ടീയെ വാങ്ങിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ വലിയ വിലയായിരിക്കും എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് ആ ടീ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആ ചായ വാങ്ങിക്കുവാനായിട്ടുള്ള സംവിധാനത്തിൻ്റെ അരികിലേക്ക് ചെന്നത്. പക്ഷേ അത്ര കണ്ട് വലിയ വിലയൊന്നും അവിടെ ചായക്കായിട്ട് കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. അവിടെ പാലൊഴിച്ച ഒരു ചായക്ക് 20 രൂപ മാത്രമേ അവർ ഈടാക്കിയുള്ളൂ. ഈ ഗൂഗിള് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊന്നും കയ്യിലില്ലായിരുന്നതുകൊണ്ട് അത് എങ്ങനെയാണെന്നുള്ള ചിന്തപ്പോൾ വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, എല്ലായിടത്തും ഗൂഗിളിലെ പണമൊക്കെ ചോദിച്ചിരുന്നിടത്ത് ഇവിടെ നമ്മുടെ കയ്യിലുള്ള ക്യാഷായിട്ടുള്ളത് കൊടുത്താൽ മതി എന്നുള്ള ചിന്ത വന്നപ്പോൾ വലിയ സന്തോഷമായി. പലയിടത്തും ഒരു ചായ കുടിക്കാൻ പോലും കഴിയാതെ പോയിരുന്നിടത്ത് ഇവിടെ പൈസ കൊടുത്ത് ക്യാഷ് കൊടുത്ത് നമുക്ക് ചായ വാങ്ങിക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെ ഞങ്ങൾ ഇരുന്നുകൊണ്ട് ഒരു ചായ കുടിക്കുവാനായിട്ട് ഇടയായി. അതൊരു വലിയ സന്തോഷമായിട്ട് തോന്നി. ആ ചായ കുടിക്കുമ്പോൾ തന്നെ ഓർക്കുകയാണ്, ഈ മൂന്നാർ വരുന്നവരെല്ലാം തേയില വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇത്രയും തേയില ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പലപ്പോഴും കൂടെയുള്ള ചങ്ങാതി പറഞ്ഞു, മലേഷ്യയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന തേയിലകളാണ്, ആ തേയിലയാണ് ഇവിടെയെല്ലാം ഇട്ട് വിൽക്കുന്നത്. പക്ഷേ എല്ലായിടത്തും മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒറിജിനൽ തേയില എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ശരിയായിരിക്കാം.